ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലൊരു കുറച്ച് റിഫൈൻഡ് ഓയിൽ, ഒരു 3.5 ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. നമ്മൾ തീയൊക്കെ നല്ല ഹൈ ഫ്ലെയിം തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 3 വലിയ അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പകുതി സവാള പൊടിയായി അരിഞ്ഞതും, ഒരു പകുതി സവാളയാണ് ഇട്ടിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരുവിധം ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് പോയാൽ മതി. അത്ര അല്ലാതെ നന്നായി അങ്ങോട്ട് മൂത്ത് വരുമൊന്നും വേണ്ട. ഒരുവിധം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു വലിയ ക്യാരറ്റാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഒരു വലിയ ക്യാരറ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. അതും പൊടിയായിട്ട് അരിഞ്ഞ് തന്നെ അതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ക്യാബേജോ അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ക്യാബേജൊന്നും ഞാൻ ചേർത്തിട്ടില്ല. പക്ഷെ നമ്മൾ ക്യാരറ്റ്, ബീൻസ് ഇതൊക്കെ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു പിടി ബീൻസും നമ്മൾ ചരിച്ച് അരിഞ്ഞ് വെച്ചതാണ്. അതിനെ ഒരു സ്ലൈസ് ചെയ്ത പോലെ അങ്ങനെ അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വയ്ക്കേണ്ടത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ റൈസ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ളതിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ബസ്മതി റൈസായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചതിൽ. പിന്നെ നമ്മൾ ഒരു പകുതി ക്യാപ്സിക്കം, പച്ച കളർ ക്യാപ്സിക്കം ഒരെണ്ണത്തിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞ് വെച്ചതും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തു. അതിനുശേഷം റെഡ് കളർ ക്യാപ്സിക്കം കൂടെ എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു പീസ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൽ സോസുകളൊന്നും ഒഴിക്കണമൊന്നുമില്ല. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. നമ്മളത് നേരത്തെ ഞാൻ ഒരു 2 ഗ്ലാസ് ബസ്മതി റൈസ് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വെള്ളത്തിൽ വേവിച്ച് വെച്ചതാണത്. ചോറ് നേരത്തെ തന്നെ നമുക്കത് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട്. എന്നാലാണ് അത് നന്നായിട്ട് കട്ട പിടിക്കാതെ കിട്ടുകയുള്ളൂ. ഞാൻ നേരത്തെ തന്നെ അതിന് വീഡിയോ എടുത്തിട്ടില്ല. അത് നമ്മൾ വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് ഞാനൊരു 2 പട്ടയുടെ കഷ്ണം ഇട്ടിട്ട് വേവിച്ച് വെച്ചാണ് ചോറ്. ഒരു 10 മിനിറ്റോളം നമ്മൾ വേവിച്ച് അതിനെ ഊറ്റി വെച്ചതാണത്. അത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ചോറും അതിൽ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒട്ടിപ്പിടിക്കാത്ത പോലെ തന്നെ അതാക്കണം. ഇതും നമ്മൾ ഹൈ ഫ്ലെയിം തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയുക, ഈ സ്പ്രിംഗ് ഓണിയനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വേറൊരു മണമൊക്കെ കിട്ടും അതിന്. ഇപ്പോൾ എനിക്കത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. ബാക്കി ഉള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ആണ്. നമുക്ക് ഫ്രൈഡ് റൈസ് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ചോറ് വേവിച്ച് വയ്ക്കണ ആ ഒരു സമയം തന്നെ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.